എല്ലാവരോടും അസ്സലാമു അലൈക്കും. നമ്മുടെ ഓഫീസ് ടവർ നിങ്ങൾ ആദ്യം കണ്ടു ആണ് നമ്മുടെ കോർപ്പറേറ്റ് ഓഫീസ്. ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നമ്മളെ ഓഫീസ് വരുന്നത് ഹൈലൈറ്റ് ബിസിനസ് പാർക്കിലെ സൺ ഫ്ലോറിലാണ്. അവിടുന്ന് ഏകദേശം നമ്മൾ നെക്സ്റ്റ് ഇയർ ഒരു മാർച്ച് ഏപ്രിൽ ആകുമ്പോഴത്തേന് നമ്മുടെ ഓൺ ഓഫീസ് ടവറിലേക്ക് മാറും. ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് ഏറ്റവും ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ വേണം, ഒരു സിഗ്നേച്ചർ, ഒരു ഐഡൻറ്റിറ്റി ലാൻഡ്മാർക്ക് കൊണ്ടുവരിക എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ സ്വന്തമായിട്ട് ഒരു ഓഫീസ് ടവർ മലബാറിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ നിൽക്കുന്നതിൻ്റെ ഫാമാണ്. ഏകദേശം 100 acres ആണ് ഇതിൻ്റെ ടോട്ടൽ പ്രിമിസസ് വരുന്നത്. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത് ഏകദേശം 60 acresലാണ്. ഫസ്റ്റ് ഫേസിലേക്ക് വേണ്ടതാണ് ഡെവലപ്മെൻറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് ഫേസിൽ വരുന്നത് ഏകദേശം 3000-ഓളം പശുക്കളാണ്. അവർക്ക് വേണ്ട ഷെഡുകളാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ ഒരു ഷെഡ് എന്ന് പറഞ്ഞാൽ ഏകദേശം 50,000 സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും. അതിനകത്ത് നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന കൗസ് എന്ന് പറഞ്ഞാൽ 300 കൗസോളം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. 2 സൈഡിലായിട്ടാണ് പശുക്കൾ വരുന്നത്. അവരുടെ സെൻട്രൽ സ്പേസ് എന്ന് പറഞ്ഞാൽ അവർ ഭക്ഷണം തീറ്റ കൊടുക്കുന്ന ഒരു സ്പേസ് ആണ് വരുന്നത്. അങ്ങനെ 3 സ്പേസ് ആയിട്ടാണ് ഇത് വരുന്നത്. പിന്നെ ഈ ഒരു 2 ഷെഡുകൾ തമ്മിലൊരു പേറ്റിയുണ്ട്. ഇത് ഇവർക്ക് ഇറങ്ങി നടക്കാനുള്ള ഒരു സ്പേസ് ആണ് വരുന്നത്. അങ്ങനെ ഏകദേശം 3000 കൗസോളപ്പങ്ങൾ ആ ഇതിൻ്റെ ഒരു ഗേറ്റിൽ വരുന്ന ഒരു പ്രിമിസസിൽ വരുന്നത്, എൻട്രിയിൽ വരുന്ന പറഞ്ഞാൽ അഡ്മിനിസ്ട്രേഷനാണ്. അഡ്മിനിസ്ട്രേഷനും അതുപോലെ ടൂറിസവുമാണ്. അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഇവർക്ക് വേണ്ട കോട്ടേജ്, ഇതിന്റെ ബാക്കി ഡോക്യുമെന്റ്സ് കാര്യങ്ങൾ, അതുപോലെ ടൂറിസം, അതിന്റെ ബ്ലോക്കൊക്കെയാണ് ആ ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ നമ്മളിവിടെ ഇപ്പോൾ മെയിനായിട്ട് ഫസ്റ്റ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൗ ഷെഡുകളും അതിന് വേണ്ട ഇൻഫ്രാ കാര്യങ്ങളാണ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ മിൽക്കിംഗ് പാർലർ വരുന്നതിന്റെ നടുവശത്തായിട്ടാണ്. 2 സൈഡിലായിട്ടാണ് ഇപ്പോൾ പശുക്കൾ വരുന്നത്. 1500 കൗസ് ഒരു സൈഡിലും 1500 കൗസ് ഒരു സൈഡിലും. അതിന്റെ സെൻട്രൽ ഭാഗത്താണ് ഇതിന്റെ മിൽക്കിംഗ് പാർലർ വരുന്നത്. പിന്നെ ഇവിടെ മെറ്റേണിറ്റി ഷെഡ്, അതായത് പ്രസവിക്കുന്ന സ്പേസ് ആണ് വരുന്നത്. പിന്നെ ഇതിന്റെ സ്റ്റോറേജ്, ഇതിന്റെ ബൾക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ സ്റ്റോറേജ് ചെയ്യുന്ന ഒരു ഷെഡ് വരുന്നുണ്ട്. പിന്നെ ക്വാറന്റൈൻ ഷെഡ്, പശുക്കൾ ആദ്യം വന്നു കഴിഞ്ഞാൽ ഒരാഴ്ച 2 ഒക്കെ അതിനകത്താണ് നമ്മൾ ക്വാറന്റൈൻ ആയിട്ട് വരിക. അപ്പം അത്തരം ആക്ടിവിറ്റീസ് ആണ് ഇതിനകത്ത് വരുന്നത്. ഏകദേശം 200ഓളം പേർക്ക് ഇനീഷ്യലി തന്നെ വർക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഇതിനകത്തുണ്ട്. ഭാവിയിലെ എക്സ്പാൻഷൻ വരുന്നത് അങ്ങോട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് തന്നെ ആ ഒരു എക്സ്പാൻഷൻ അനുസരിച്ച് ഇതിന്റെ ഷെഡുകളും കാര്യങ്ങളൊക്കെ എക്സ്പാൻഷൻ ആയിക്കൊണ്ടിരിക്കും. നിങ്ങൾ പോകുന്നത് വയനാട്ടിലേക്കാണ്. വയനാട് ഏകദേശം 22 acresലാണ് നമ്മളുടെ പ്ലാന്റ് വരുന്നത്, പ്രോസസ് ചെയ്യുന്നത്. അവിടെ 2 ലക്ഷം ലിറ്റർ വരെ പ്രോസസ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള പ്ലാന്റ് ആണ് നമ്മൾ നിർമ്മിക്കുന്നത്. അടുത്ത മാസം അതിന്റെ മെഷീന് കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാളേഷൻ വരും. അപ്പോൾ ഈ ഒരു ഷെഡിന്റെ എക്യുപ്മെന്റ്സ് കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ ഇവിടെ കാണുന്നത്. അപ്പോൾ ഇത് ഫസ്റ്റ് ഇത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നുണ്ട്. അപ്പോൾ അടുത്ത മാസം ഇതും ഡിലാവിൽ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും. അങ്ങനെയാണ് ഓവറോൾ കാര്യങ്ങൾ വരുന്നത്. 3000 കൗസിന് ഏകദേശം നമ്മളൊരു 48,000 ലിറ്റർ 50,000 ലിറ്റർ പാലാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് കൊണ്ടുവരുന്ന പ്രൊഡക്റ്റ് റേഞ്ച് മിൽക്ക് ഉണ്ട്, ഗീ ഉണ്ട്, യോഗേർട്ട്, പിന്നെ കേട്. നമ്മൾ ഫസ്റ്റ് മാർക്കറ്റ് ചെയ്യുന്നത് വരുന്നത് മലബാർ ഏരിയയിലാണ്. വയനാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ഈ ഭാഗങ്ങളിലാണ് ഇതിന്റെ മാർക്കറ്റിംഗ് വരുന്നത്. കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പാല് സെയിൽസും അതിന്റെ സക്സസ് ഉള്ളത് മലബാറിലാണ്. മലബാറിന് മറ്റൊരു പ്രത്യേകതകളുണ്ട്. പ്രവാസികൾ ഏറ്റവും കൂടുതൽ മിഡിൽ ഈസ്റ്റിലുള്ളവർ മലബാറിലാണ്. മലബാറിൽ ഇത്തരം ബ്രാൻഡ് പൽമറായി, നാദക്ക്, പലദിന, അൽനാദ്, അങ്ങനെ ഒരുപാട് 10-40 വർഷങ്ങളായിട്ട് ഇതിന്റെ സക്സസ് അറിയുന്നവരാണ് നമ്മൾ പ്രവാസികളെല്ലാവരും. അപ്പോൾ ഏതൊരു പ്രവാസിയുടെയും സ്വപ്നമാണ് സ്വന്തം വീട്ടിലും സ്വന്തം നാടിനും ഇത്തരത്തിൽ നല്ലൊരു ബ്രാൻഡ് പാല് കൊണ്ടുവരാന്നുള്ളത്. ആ ഒരു സക്സസ് ആണ് ഇന്ന് ഈ ജേണി ഇവിടെ വന്നെത്തിയിരിക്കുന്നത്. അടുത്ത വർഷം ഒരു ജൂൺ ജൂലൈയോട് കൂടി മാർക്കറ്റിലേക്ക് നമ്മളെ പ്രൊഡക്ഷൻ എത്തുന്നതാണ്. ഈ ഒരു പാലിന്റെ ക്വാളിറ്റി കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ തന്നെയാണ് ഇതിൽ കൊടുക്കുന്ന ഫീഡ് ഒക്കെ ഓൺ ആയിട്ടാണ് ഡെവലപ്പ് ചെയ്യുന്നത്. അതാണ് നമ്മൾ തീറ്റ ചോളം ഡെവലപ്പ് ചെയ്യുന്നത്. പിന്നെ ഇതിന്റെ ഫാം നമ്മൾ ഓൺ ആയിട്ടാണ് വരുന്നത്. അതിനെ ട്രീറ്റ് ചെയ്യുന്നതിലൂടെയാണ് അതിന്റെ ക്വാളിറ്റി വരുന്നത്. പിന്നെ നമ്മളുടെ തന്നെ പ്ലാന്റ് ആണ് പ്രോസസ്സ് ചെയ്യുന്നത്. അതാണ് വയനാട് വരുന്നത്. പിന്നെ ഓഫീസാണ് കോർപ്പറേറ്റ് ഓഫീസ്. അങ്ങനെ 4 ലൊക്കേഷനിലാണ് നമ്മുടെ സൈറ്റ് വരുന്നത്. ടോട്ടൽ ഏകദേശം 483 acresോളം വരും. വർക്ക് ചെയ്യുന്നതിനകത്ത് ബയോഗ്യാസും ഉണ്ട്, സോളാറും ഉണ്ട്. ഡങ്ക് ഞങ്ങൾ 3 സെക്ടറിലൂടെയാണ് അത് ഡിസ്പോസ് ചെയ്യുന്നത്. ഒന്ന് നമ്മൾ തന്നെ അഗ്രികൾച്ചർ ഏകദേശം നല്ല ഏക്കേഴ്സ് വരുന്നുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ബയോഗ്യാസിലേക്ക് വരും. തേർഡ് നമുക്ക് സെയിലും ഉണ്ട്. പിന്നെ ഇത് എക്സ്പാൻഷൻ വരുമ്പോൾ എന്താണ്, ഇതൊക്കെ ഡെവലപ്പ് ആവുകയാണ്. നമ്മൾ അഗ്രികൾച്ചർ ലാൻഡും ഡെവലപ്പ് ആവും. ഈ ഫാം എക്സ്പാൻഷൻ വരുമ്പോൾ ബയോഗ്യാസിലെ എനർജി നമുക്ക് ആവശ്യമായിട്ട് വരും. ടൂറിസം ഇവിടെയാണ് വരുന്നത്. ഈ മിൽക്കിംഗ് പാർലറിലാണ് നമുക്കൊരു ഗാലറി. ഇപ്പോൾ പ്രവാസികളൊക്കെ വലുതിന് അൽമറയൊക്കെ വിസിറ്റ് ചെയ്തവർക്ക് അറിയാം. അതിന്റെ ഗാലറിയിൽ നമുക്ക് അതിന്റെ മിൽക്കിംഗ് പാർലറും ഷെഡും ഒക്കെ കാണാൻ പറ്റും. അതേ സെയിം സിസ്റ്റമാണ് ഇവിടെയും ഞങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നത്. മിൽക്കിംഗ് പാർലർ ഇതിനകത്ത് നമ്മൾ പുതിയ കാര്യം കൂടി ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. ഒരു വെറ്റിനറി പാർക്ക്, എല്ലാ തരത്തിലുള്ള പശുക്കളും കാര്യങ്ങളൊക്കെ ആളുകൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാർക്കും ഞങ്ങൾ അതാണ് കയറി വരുന്നിടത്ത് ആ എൻട്രിയിലാണ് നമ്മൾ ഇതിന്റെ ടൂറിസം ബ്ലോക്കും ഉണ്ടാവും. അതിനോട് ചേർന്നിട്ട് പാർക്കും ഉണ്ടാവും. അപ്പോൾ ആദ്യം വന്ന് അവർ ടിക്കറ്റ് ഒക്കെ എടുത്തൊന്ന് റിഫ്രഷ് ആയി പാർക്കിലൊക്കെ ഒന്ന് എൻജോയ് ചെയ്തതിനു ശേഷം നമ്മൾ ഓൺ ബസ്സിൽ അവരെ എയർ കണ്ടീഷൻ ബസ്സിൽ അവരെ കളക്ട് ചെയ്തിട്ട് ഈ മിൽക്കിംഗ് പാർലറിലേക്ക് എത്തിക്കും. കൂടുതൽ ഇനി ഫോക്കസ് ചെയ്യുന്നത് പ്രൊഡക്റ്റിലേക്കാണ്.
കാരണം ഇപ്പോൾ കൂടുതൽ പ്രോഫിറ്റ് പ്രൊഡക്റ്റിലുമാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്കത് അതുകൊണ്ട് തന്നെ നമുക്ക് നെക്സ്റ്റ് ഡോറിലൊക്കെ പ്രൊഡക്റ്റ് വരുന്ന സമയത്ത് കൂടുതൽ പ്രൊഡക്ഷൻ ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് കേരളമൊക്കെ കവർ ചെയ്യും. കേരളമൊക്കെ കവർ ചെയ്യണമെങ്കിൽ എന്തായാലും നമ്മൾ ലോഞ്ച് ചെയ്തിട്ട് ഒരു 4 വർഷം പ്രതീക്ഷിക്കണം. കാരണം കേരളം എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മളൊരു GCC എടുത്താൽ, ഇപ്പോൾ ഖത്തർ എടുത്താൽ 35 ലക്ഷം 35 ലാക്ക് പോപ്പുലർ മുഴുവൻ GCC എടുത്താൽ പോലും നമ്മളെ കേരളത്തിന് അത്ര പൊട്ടൻഷ്യൽ ഉണ്ടാവില്ല. അപ്പോൾ കേരളം എന്ന് പറഞ്ഞാൽ വലിയൊരു സ്പേസാണ്. കേരളത്തിൽ ഇന്ന് പാലുൽപാദനം കുറവാണ്, ക്വാളിറ്റിയും കുറവാണ്. അവിടെയാണ് നമ്മളുടെ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ